ഇന്ന് ഞാൻ കുറച്ച് ഹാർഷായിട്ടുള്ള ട്രൂത്താണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റീസെൻ്റ്ലി IMA ഗ്ലോബൽ ചെയറിനെ മീറ്റ് ചെയ്തു, അദ്ദേഹമായിട്ട് പേഴ്സണലി സംസാരിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ചോദിച്ചു 2025 CMA എടുക്കുന്നതുകൊണ്ട് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. CMA എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ധാരാളം പിള്ളേർ CMA USA പാസ്സായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ബട്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇപ്പോഴും ലാക്കിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞു കുറേ ഈ CMA കൂടെ കുറേ അധികം സ്കിൽ സെറ്റ്സും കൂടി ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഈ കോമ്പീറ്റൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് അനലിറ്റിക്കൽ സ്കിൽസ്, എക്സൽ, പവർ BI പോലുള്ള അനലിറ്റിക്കൽ സ്കിൽസ്. എക്സൽ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും അറിയാത്ത CMA പാസ്സായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഒരു ബേസിക് ആയിട്ടുള്ള ബിസിനസ് മോഡലിങ്, ഇതൊന്നും അറിയാതെയാണ് പലവരും മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് CMA കഴിഞ്ഞിട്ടും പല കുട്ടികൾക്കും ജോബ് കണ്ടുപിടിക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ CMA എടുക്കുന്നതിൻ്റെ കൂടെ ഇത്തരം സ്കിൽ സെറ്റ്സും കൂടി നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക.